അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എൻ്റെ ഫോൺ വന്നിട്ട് കംപ്ലൈൻ്റായി നശിച്ചു പോയി. അങ്ങനെ പുതിയൊരു ഫോൺ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വേറെ ഒന്നുമല്ല, സൺഡേ ബിരിയാണി വെക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ദിവസവട്ടം വരുന്നുണ്ട്, അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ പോയതാണ്. ആദ്യം ഞാൻ നേരെ മലക്കറി കടയിൽ പോയിട്ട് രമ്പയില, പുതിനയില, മല്ലിയില, ഇത് മൂന്നും എനിക്ക് മസ്റ്റാണ്. അതില്ല ഞാൻ ബിരിയാണി വെക്കത്തില്ല. അത് ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചിരിക്കും, ഇല്ലെങ്കിൽ കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പടം, എനിക്ക് ഈ MR പപ്പടം എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ്, ഇത് അങ്ങനെ പറയുന്നതല്ല, എനിക്ക് ആ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ടേസ്റ്റാണ്. എനിക്ക് വേറൊരു പപ്പടം ഇഷ്ടമല്ല, കഴിക്കില്ല എന്നല്ല, ഞാൻ വാങ്ങുമ്പോഴത്തേക്ക് മാക്സിമം ഈ ഒരു പപ്പടം ഉണ്ടോ എന്ന് ഷോപ്പിൽ ചോദിച്ചിട്ട് ഞാൻ വാങ്ങുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേറെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുള്ളൂ. അത് ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി. ചിക്കൻ വാങ്ങിച്ചിട്ട് നേരെ ഹൈപ്പറിലോട്ട് വിട്ടു. ഹൈപ്പറിൽ പോയിട്ട് ആദ്യം ഞാൻ തൈരെടുത്തു. പിന്നെ എനിക്ക് അവിടുത്തെ കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കും. അങ്ങനെ ഒരു കറിവേപ്പില എടുത്തു, ക്യാരറ്റ് എടുത്തു. അപ്പോഴത്തേക്കാണ് ബാക്കി വീട്ടിൽ പോയിട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ക്യാരറ്റ്, ഇനി എടുത്ത സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, ബിരിയാണിക്കുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതൊരു ബിരിയാണി മസാലയാണ്, ഞാൻ അത് ഇടാറില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ നെയ്യ്, പിന്നെ ചെറി വാങ്ങി. ചെറി ഇടുന്നതല്ല, അതും കൂടെ ഇടാമെന്ന് കരുതി. ചെറി, പിന്നെ ഏലക്ക എടുത്തു. വേറെ വീട്ടിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ബിരിയാണിക്കുള്ള സാധനം മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് മുന്തിരി, പിന്നെ എസെൻസ് ആണിത്, 3 എസെൻസ്, പൈനാപ്പിൾ, വാനില, പിന്നെ റോസ് വാട്ടർ, അത് 3 ഉപയോഗിക്കാറുണ്ട്. പിന്നെ കാശ്മീരി മുളകാണ് ഞാൻ ചിക്കനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്. പിന്നെ ഈ അരിയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, പോസ്റ്റ്മാൻ റൈസ് എന്ന് പറയും, ബസ്മതി റൈസാണ്, അതിൻ്റെ പോസ്റ്റ്മാൻ റൈസ് അങ്ങനെ എന്തോണ് പേര് പറയുന്നത്. നല്ല റൈസാണ്, എനിക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലെ സാധനങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടിയാണ്, അത് വേണം, ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലാണ്. അപ്പോൾ ഇത് അമ്മ എടുക്കാൻ നേരത്തെ ലാസ്റ്റ് മോളുടെ ഒരു ഫൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് ഇടാം. എനിക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേസ് ഞാൻ ഇടുന്നത്. ആർക്കും ഇത് വെറുക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ.